നമ്മുടെ ഡിസംബർ വരാറായി. ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഈസി ആൻഡ് ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 4 ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മളൊരു മീഡിയം ഗിഫ്റ്റ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന പോലെ ഒരു പേപ്പർ എടുത്ത് അതിനെ 4 ആക്കി ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ 2 എൻഡ് വരുന്ന സൈഡിലേക്കും ഒരു സ്കെയിൽ വെച്ച് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ മാർക്ക് ചെയ്ത 2 സൈഡിനെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ പെൻസിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പെൻസിലോ പെന്നോ അല്ലെങ്കിൽ പേപ്പർ പഞ്ചർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഗിഫ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ ഞാനൊരു റിബൺ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിബൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ആ 2 എൻഡും കൂടി ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് കെട്ടിയെടുത്താൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ബോക്സ് റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് ബോക്സാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ 2 സർക്കിൾസ് എടുക്കുക. എന്നിട്ട് അതിനെ 2 ആക്കി ഒന്ന് വീഡിയോ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇനി മടക്കി ഒരു സർക്കിളിനെ മറ്റൊരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ താഴെ പോർഷനിൽ ഇതുപോലെ 2 സൈഡിലും ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊന്ന് വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സർക്കിൾസ് ഒട്ടിച്ച് കഴിയുമ്പോൾ എന്താ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിനുള്ളിൽ ഗിഫ്റ്റൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ ആ സർക്കിളിനെ ഒരു ഹാർട്ട് ഷേപ്പിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്തെടുത്ത നമ്മുടെ ആ സർക്കിളിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടി ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. ഇനി നമുക്ക് വേറൊരു കുട്ടി ഗിഫ്റ്റ് ബോക്സും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ 2 എൻഡും വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു 4 മടക്ക് കിട്ടും. എന്നിട്ട് അത് നിവർത്തി മേലേക്ക് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഒരു ചെറിയ പോർഷനും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി ആ മടക്കിയ പോർഷൻ്റെ 4 സൈഡും വീഡിയോ കാണുന്ന പോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഈ ബോക്സൊക്കെ കിട്ടൂലേ, ആ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ആ 4 പീസും ഉള്ളിലേക്കൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് നമ്മുടെ ആ താഴത്തെ ഏരിയ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം വീഡിയോ കാണുന്ന പോലെ 4 സൈഡും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു യു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ സെയിം മെത്തേഡ് ഹോളിട്ട് അതിലൂടെ റിബൺ കെട്ടി കൊടുത്താൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് വലിയ ബോക്സ് ആട്ടോ. നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റ് കുറച്ച് വലുതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ പാകത്തിന്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു സൈഡ് വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഏരിയ ഇതുപോലെ മേലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ബാക്കി വരുന്ന 2 സൈഡും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി ആ മടക്കി ഏരിയ നമുക്കൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡും അകത്തേക്കും പുറത്തേക്കും എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് ശരിക്കും നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഒരു മെത്തേഡായിട്ട് തന്നെ വരും കേട്ടോ. കുറച്ച് കാണാൻ ക്യൂട്ടാവുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് ഉള്ളിലൂടെ ഒന്ന് കൈയിട്ട് അത് നിവർത്തി കൊടുത്താൽ നമുക്കിതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കവർ കിട്ടും. അത്യാവശ്യം കുറച്ച് വലിയ ഗിഫ്റ്റ് പോകുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ചെറുതാക്കി ഒന്ന് മടക്കി കൊടുക്കണം. ഇനി മടക്കിയെടുത്ത ബോക്സ് നമുക്കതിൻ്റെ ടോപ്പായിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കി നിങ്ങളുടെ കയ്യിലുള്ള റിബണോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടി ഗിഫ്റ്റ് ബോക്സ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.